അപ്പോൾ ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്ന ട്യൂട്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാവലിന്റെ ഒരു വീഡിയോയുടെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വെറും 2 അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ തന്നെ ഈസിയായി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വലിയ റിസ്ക് കാര്യങ്ങളൊന്നും ജസ്റ്റ് നമ്മളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാൽ മാത്രം മതി. അതിലേക്ക് വലിയ കൂടുതലായിട്ടുള്ള എഫക്ട്സ് അങ്ങനെ ഒന്നും ചെയ്യണില്ല. അപ്പോൾ വീഡിയോന്റെ ട്യൂട്ടോറിയലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. കാരണം ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് കാര്യമൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ഈ റീൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു 19 വീഡിയോ ക്ലിപ്സ് ഞാനൊരു ട്രാവലിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 19 വീഡിയോ ക്ലിപ്സ് പറയുന്നത് നമുക്ക് ടോട്ടലി വേണ്ടത് 18 ക്ലിപ്സ് ആണ്. 18 ക്ലിപ്സിത്തെ 19ാമത്തെ ലാസ്റ്റ് ക്ലിപ്പ് പറയുന്നത് നമ്മൾ ആദ്യം ഒന്നാമത് ആഡ് ചെയ്യുന്ന ക്ലിപ്പിന്റെ ബാക്കിയുള്ള ലാസ്റ്റ് പോർഷനാണ് നമ്മൾ 19ാമത്തെ ക്ലിപ്പായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു വീഡിയോന്റെ ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ആസ്പെക്ട് റേഷ്യോ താഴത്തെ ടൂൾ ബോക്സിൽ റേഷ്യോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോന്റെ ആസ്പെക്ട് റേഷ്യോ 9:16 ആസ്പെക്ട് റേഷ്യോ നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ റീൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിനായിട്ട് ഈ ഒരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക്. അപ്പോൾ മ്യൂസിക് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോസിന്റെ കറക്റ്റ് ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യല്. അപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന റീൽ പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ സ്ലോമോ കാര്യങ്ങളൊന്നും ക്ലിപ്സിനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനത്തെ ഒരു മോഡലുള്ള ഒരു റീലാണത്. അപ്പോൾ നമ്മൾ മ്യൂസിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഇനി ഒരു മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ച് ക്ലിപ്സിന്റെ ഡ്യൂറേഷൻസ് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ എത്രയാണ് നമ്മുടെ ഓരോ വീഡിയോസിന് ഡ്യൂറേഷൻസ് കൊടുക്കേണ്ടതെന്നുള്ള കറക്റ്റ് എമൗണ്ട് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾ ഒന്നാമത്തെ വീഡിയോക്ക് ഇത്ര ഡ്യൂറേഷൻ അങ്ങനെ കറക്റ്റ് ഓർഡറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത വീഡിയോസിന്റെ ഡ്യൂറേഷൻ കറക്റ്റ് നിങ്ങൾ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പ് വരുന്ന ഭാഗത്ത് നിൽക്കുകയാണ് ഒരു വൈറ്റ് ബോക്സ്. അതിൽ ഒന്നാമത്തെ വൈറ്റ് ബോക്സ് അതിന്റെ താഴേക്ക് നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ ആയിട്ടൊരു ഷെയ്ക്ക് എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഷെയ്ക്ക് എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ ലെയർ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ഞാൻ ചെയ്യുന്ന ഒരു സൈസിന് നിങ്ങൾ ആ ഒരു കറക്റ്റ് വൈറ്റ് ബോക്സിന്റെ അടിക്ക് അതിന്റെ ആ ഒരു ഷെയ്ക്കിന്റെ ലെയർ നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് താഴത്തെ അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് നിങ്ങൾ അതിന്റെ സ്പീഡ് എന്നുള്ളത് നിങ്ങൾ 10 ആക്കി കൊടുക്കുക. പിന്നെ അതിന്റെ ഇന്റൻസിറ്റി എന്നുള്ളത് നിങ്ങൾ 10% ആക്കി കൊടുക്കുക. എന്നിട്ട് സൈഡിലെ ടിക്ക് മാർക്ക് കൊടുക്കുക. പിന്നെ നിങ്ങൾ വീണ്ടും വീഡിയോ എഫക്റ്റിൽ തന്നെ നിങ്ങൾ പോയിട്ട് അതിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് നിങ്ങൾക്ക് അവിടെ ഒബ്ലിക്ക് ബ്ലർ വേണ്ട ഒരു എഫക്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ലെയർ നിങ്ങൾ കറക്റ്റ് നമ്മൾ ഈ ഷെയ്ക്കിന്റെ ആ ഒരു ലെയറിന്റെ സൈസിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഏറ്റവും താഴെ കാണുന്ന നിങ്ങൾക്ക് അവിടെ ഒബ്ജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ അപ്ലൈ ടു ആൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ വൈറ്റ് ലെയർ നിങ്ങളെ ലെയറിന്റെ സെന്ററിൽ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ ആ ഒരു സെന്ററിൽ നിങ്ങൾ കീ ഫ്രെയിം കൊടുക്കുക. എന്നാൽ കീ ഫ്രെയിമിൽ നിന്ന് പിന്നെ നിങ്ങൾ ആ വൈറ്റ് ലെയർ നിങ്ങൾ ആ ലെയറിന്റെ സ്റ്റാർട്ടിലും എൻഡിലും വെച്ചിട്ട് നിങ്ങൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാം നമുക്ക് ആ ഒരു വീഡിയോ ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ വരുന്ന ഭാഗത്ത് ചെറിയൊരു വൈബ്രേറ്റ് ആയിട്ടുള്ള ഒരു ഷേക്ക് എഫക്റ്റ് ഒരു ട്രാൻസിഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇനി ഒരു വീഡിയോയിലേക്ക് ചെറിയൊരു കളർ ഗ്രേഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് താഴത്തെ ടൂൾ ബോക്സിലെ ഫിൽറ്റർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അതൊരു ബെർലിൻ എന്നുള്ള ഒരു ഫിൽറ്റർ ഉണ്ട്. അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു മൂടി ടൈപ്പുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇത് നല്ല രസമുണ്ടാവും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതൊരു മൂടി ടൈപ്പുള്ള ഒരു ഫിൽറ്റർ ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു ഫിൽറ്റർ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരുപാടുണ്ട്. അത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിൽറ്റർ നമ്മുടെ വീഡിയോയിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ താഴത്ത് ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കലാണ്. അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നത് നമ്മളൊരു പ്ലെയിൻ ആയിട്ട് ഒരു ബ്ലാക്ക് ഇമേജ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ട് ബ്ലാക്ക് ഇമേജ് താഴത്തെ ടൂൾ ബോക്സിൽ ഓവർലേ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗാലറി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോയുടെ സ്റ്റാർട്ട് ടു എൻഡ് അതിന് ലെയർ സെറ്റ് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങളുടെ മാസ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ഒന്നാമത്തെ ഹൊറിസോണ്ടൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴത്തെ ഇൻവെർട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ആ ഒരു ലൈനിൽ നിങ്ങൾക്ക് കാണാൻ ചെറിയൊരു ഏരോ മാർക്ക് ആ ഏരോ നിങ്ങൾ ജസ്റ്റ് താഴെ നീക്കുമ്പോൾ നമുക്ക് ആ എഡ്ജ് ഫെയ്ഡ് ആയിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ ലൈൻ കറക്റ്റ് നമ്മുടെ വീഡിയോ താഴെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോന്റെ അടിഭാഗത്ത് നിങ്ങൾക്ക് ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് കിട്ടും. ഇനി അടുത്ത ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിലേക്ക് സ്കൈലേക്ക് ചെറിയ ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റിലെ വീഡിയോ എഫക്റ്റ് പോയിക്കാൻ നിങ്ങളുടെ ഫ്ലാഷ് വൈബ്രേഷൻ എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. ആ ഒരു എഫക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് മേലത്തെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഫ്ലാഷ് വൈബ്രേഷന്റെ എഫക്റ്റിന്റെ ലെയർ നിങ്ങളുടെ വീഡിയോന്റെ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഏറ്റവും താഴെ കാണാൻ നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് സ്പീഡ് എന്നൊരു ഓപ്ഷൻ അത് നിങ്ങൾ 0 ആക്കി കൊടുക്കുക. പിന്നെ അറ്റ്മോസ്ഫിയർ എന്നുള്ളത് നിങ്ങൾ 100 ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കാണാൻ റേഞ്ച് എന്നുള്ളത് പിന്നെ ഗ്ലോ എന്നുള്ള രണ്ട് ഓപ്ഷൻസ് അതിന് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത്
ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൈയിലേക്ക് എത്ര ഗ്ലോ ആണ് കൊടുക്കേണ്ടത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഇപ്പോൾ ഏകദേശം ഇവിടെ ഫിനിഷിംഗ് ആയിട്ട്, പിന്നെ അടുത്ത നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പ് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഇനി ചെറിയൊരു ടെക്സ്റ്റ് അവിടെ എഴുതി കൊടുക്കാണ്ട്. അപ്പോൾ അതിനായി താഴത്തുള്ള ബോക്സിലെ ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് എന്താ കൊടുക്കേണ്ടത് എന്നുള്ള ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സ്റ്റൈൽ കളർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് കറക്റ്റ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നടുവിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മേലെ വെക്കാം ടെക്സ്റ്റ്. എന്നിട്ട് കറക്റ്റ് ആ ടെക്സ്റ്റിന്റെ ഡ്യൂറേഷൻ നമ്മൾ ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പിന് അനുസരിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ടെക്സ്റ്റ് വീഡിയോന്റെ സ്റ്റാർട്ട് എൻഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കുന്നത് നമുക്ക് ഒരു ടെക്സ്റ്റിന്റെ അവിടെ ലാസ്റ്റ് എഴുതി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അങ്ങനെ ആക്കിയത്. അപ്പോൾ എന്നിട്ട് ആ ഒരു ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞെടുത്ത് വെച്ചിട്ട് ഞാൻ ഈ ടെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് രണ്ടാമത്തെ ബാക്കിയുള്ള ഒരു പോർഷൻ്റെ ടെക്സ്റ്റിന്റെ ലെയർ ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് റീനെയിം ചെയ്തിട്ട് ഞാൻ അവിടെ വേസ്റ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഗൈസ് ഈ ഒരു ടെക്സ്റ്റ് കൂടി നമ്മുടെ വീഡിയോയിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ഈ റീൽ ഇവിടെ എഡിറ്റിംഗ് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ട് ട്രെൻഡിംഗ് ആയിട്ട് ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാലും നമ്മൾ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.